ഞാൻ ഇവിടെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർ ലീഡറാണ്. നമ്മളിവിടെ ഇന്നത്തെ കലോത്സവത്തിന് ഫുഡ് ഫെസ്റ്റിവലാണ് നടത്തുന്നത്. നിരവധി വിവിധമായ പലഹാരങ്ങൾ ഉണ്ടാക്കിയും മറ്റു വീട്ടു സാധനങ്ങൾ വെച്ച് തന്നെ അവരുടെ പേരൻസ് തന്നെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തുമാണ് ഇവിടെ വിൽക്കുന്നത്. ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് 25,000 രൂപ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും ബാക്കി പൈസ കൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുകയും അതേപോലെ തന്നെ തയ്യൽ മെഷീൻ വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഗ്രീൻ പോട്ടോളും കൂടെ ചെയ്താണ് നിർമ്മിക്കുന്നത്. എല്ലാ വാഴയില കൊണ്ടാണ് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഇവിടെ നമ്മൾ നടത്തി വരുന്നത്. അതുപോലെ തന്നെ എല്ലാം പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ല. എല്ലാ വീട്ടുകളിൽ നിന്ന് തന്നെ ഉണ്ടാക്കി അമ്മമാർ കൊണ്ടുവന്ന് ശുദ്ധമായിട്ടാണ് വിൽക്കുന്നത്. ഈ ബാക്കി പൈസ കൊണ്ട് സ്കൂളിന് വേണ്ടി അതുപോലെ തന്നെ ഈ NSSൻ്റെ ഭാഗമായിട്ട് നിരവധി വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്നുള്ള പ്ലാസ്റ്റിക്കൊക്കെ കളക്ട് ചെയ്ത് പാവപ്പെട്ടവരെ സഹായിക്കുകയും അവർക്ക് വാഷിംഗ് മെഷീൻ മറ്റു പലവിധ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള ചെടികൾ വെച്ച് പായലായ കൊക്കേഡാമ എന്നൊരു ചെടി വാങ്ങുകയും അങ്ങനെ അതുണ്ടാക്കി പ്ലാസ്റ്റിക് തരുന്ന ആൾക്കാർക്ക് ഈ ചെടി കൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിരവധി പലഹാരങ്ങളാണ് ഇന്നിവിടെ വച്ചിരിക്കുന്നത്. വാഴയ്ക്കപ്പം, പരിപ്പുവട, മോദകം, ഉഴുന്നുവട, കാരവട, നെയ്യപ്പം, കേക്ക്, ബജി എന്നിവയായ നിരവധി വിഭവങ്ങളുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതലായി വിൽക്കപ്പെട്ടത് പായസവും ബോളിയായിരുന്നു. തീർന്ന് കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പായസവും ബോളി ഇനിയും ഉണ്ടോ എന്ന്. അതുപോലെ തന്നെ കാണം എന്ന് പറയുന്ന ഒരു വിശിഷ്ടമായ ഭക്ഷണം നേഹ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരികയും അത് നമുക്ക് വളരെയധികം എല്ലാവരും വന്ന് ചോദിച്ചു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ ഇനി പിറ്റേ ദിവസം വരുമോ എന്ന് ചോദിക്കുകയും അത് പത്രത്തിലേക്ക് നമ്മൾ വരികയും അത് കാണമെന്ന് പറയുന്ന ഒരു ഔഷധ ഗുണമായ ഒരു ഭക്ഷണമായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ NSSൻ്റെ ഭാഗമായിട്ട് നടത്തിയത്. എൻ്റെ പേര് അഭിരാമി SP. ഇത് അഭിശ്രീ, നാദ, നേഹ, പിന്നെ ഗോപികയുണ്ട്, നിരഞ്ജന, അങ്ങനെ കുറച്ച് കുട്ടികൾക്കാണ്. പിന്നെ ഇവിടെ തന്നെ NSSൽ തന്നെ ഇപ്പം 2-3 ദിവസം കൊണ്ട് ഈ തിരക്ക് കാരണം ചായക്കട ആരംഭിച്ചിട്ടുണ്ട്. ദോശയും അതിൽ 3 ദോശ, ഒരു മുട്ട, പിന്നെ ഒരു പരിപ്പുവട, റെഡ് ഓംപ്ലേറ്റ്, പിന്നെ പപ്പടമായിട്ട് 50 രൂപയ്ക്ക് കൊടുക്കുകയും അങ്ങനെ ആൾക്കാർ വരികയും ചെയ്യുന്നു. പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ മറ്റ് വിവിധ ഭക്ഷണങ്ങളും കൊടുക്കും. താങ്ക് യു.